ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഗൈസ്, നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മാനേജ്മെൻറ്റ് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ഒരു പിടിയില്ല. നല്ല രീതിയിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന പ്ലേയേഴ്സിനൊക്കെ വിറ്റ് തുലക്കുമെന്നാണ് ഇപ്പം നിലവിലൊരു ന്യൂസും കാര്യങ്ങളൊക്കെ കേട്ടിട്ട് തോന്നുന്നത്. അപ്പോൾ ഈ സീസൺ അവസാനം ആകുമ്പോഴത്തേക്കും നമുക്ക് കേട്ടിട്ടുണ്ടായിരുന്ന ഒരു പ്രധാന ന്യൂസായിരുന്നു നോഹ സദോയ് ടു കേരള ബ്ലാസ്റ്റേഴ്സ് എന്നുള്ള ന്യൂസ്. അത് ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ സംബന്ധിച്ച് വളരെ സന്തോഷം നൽകുന്ന ഒരു അപ്ഡേറ്റിനായിരുന്നു, ട്രാൻസ്ഫർ അപ്ഡേറ്റ് ആയിരുന്നു. അപ്പോൾ ഏകദേശം കൺഫേമുമായി മാർക്കസ് മർഗുലോയും റിപ്പോർട്ട് ചെയ്തു നോഹ സദോയെ സൈൻ ചെയ്തത്. അത് ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ സംബന്ധിച്ചൊരു നെറ്റിച്ച ഒരു ട്രാൻസ്ഫർ ന്യൂസ് തന്നെയായിരുന്നു. എല്ലാവർക്കും ഒരു നല്ല രീതിയിൽ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്ന ISL ഒരു ബെസ്റ്റ് പ്ലെയർ എന്ന് നമുക്ക് വിശ്വസിപ്പിക്കാൻ കഴിയുന്ന ഒരു പ്ലെയറാണ് നോഹ സദോയ്. അപ്പോൾ ആ താരത്തെ ടീമിലേക്ക് എത്തിച്ചതോടുകൂടി ബ്ലാസ്റ്റേഴ്സ് ആരാധകരൊക്കെ സ്വപ്നം കണ്ടിട്ടുണ്ടായിരുന്ന ഒരു കാര്യം എന്നുള്ളത് ദിമിത്രിയോസ് നാവൻഡഗോസ്, അതുപോലെ അഡ്രിയാൻ ലൂന, അതുപോലെ നോഹ സദോയ്, ആ ഒരു ട്രേ ഒക്കെ ആയിരുന്നു സ്വപ്നം കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ സ്വന്തം ദിമിത്രിയോസ് ഡാമൻഡഗോസൊക്കെ ആദ്യമായിട്ട് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ആദ്യമായിട്ടൊരു താരം ഗോൾഡൻ ബൂട്ടൊക്കെ നേടി നിൽക്കുന്ന അത്രയും മികച്ച ഫോമിൽ തുടർച്ചയായി 2 സീസണിലും 10 ഗോൾ കഴിഞ്ഞ സീസണിൽ ഈ സീസണിലേക്ക് വരുമ്പോൾ 13 ഗോളൊക്കെ സ്കോർ ചെയ്ത ആ ഫോമിൽ നിൽക്കുന്ന അത്രയും മികച്ച പെർഫോമൻസിൽ നിൽക്കുന്ന ടൈമാണ്. അപ്പോൾ അങ്ങനെ ടൈമിൽ ദിമിയെ വിട്ട് കളയുന്നു എന്ന രീതിയിലേക്കാണ് ഇപ്പോൾ ന്യൂസും കാര്യങ്ങളൊക്കെ പുറത്തു വരുന്നത്. അതുപോലെ അഡ്രിയാൻ ലൂനയും ക്ലബ്ബ് വിട്ടേക്കുമെന്ന രീതിയിലും ഇപ്പോൾ 2 ദിവസമായിട്ട് ന്യൂസും കാര്യങ്ങളുണ്ട്. താരത്തിൻ്റെ 2 ക്ലബ്ബിൽ നിന്ന് ഓഫറുണ്ട്. മാർക്കസും അതിനെപ്പറ്റി ട്വീറ്റ് ചെയ്തിട്ടുണ്ട്. ഇന്നലെ മാർക്കസ് മർഗലോട് ചോദിച്ചപ്പോൾ താരത്തിന് ബ്ലാസ്റ്റേഴ്സുമായിട്ട് 1 വർഷം കൂടി കരാറുണ്ട്, ബട്ട് 2 ക്ലബ്ബ് താരത്തിനെ സൈൻ ചെയ്യാൻ വേണ്ടി ഇൻട്രസ്റ്റ് ഉണ്ടെന്നുള്ളതാണ്. താരത്തിന് ട്രാൻസ്ഫർ ഫീ ഒക്കെ നൽകിയിട്ട് സ്വന്തമാക്കാൻ കഴിയും ഏത് ക്ലബിനും. അപ്പോൾ നമ്മുടെ ഒരു മാനേജ്മെൻറ്റ് ആയതുകൊണ്ട് തന്നെ ലൂണയുടെ കാര്യത്തിൽ നമുക്കൊരു ഉറപ്പിച്ച് 1 വർഷം കരാറുണ്ടെന്ന് പറഞ്ഞാലും നമുക്ക് ലൂണയുടെ കാര്യത്തിലും ഒരു ഭയം ഇപ്പോൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ ലൂണയുടെ കാര്യത്തിൽ ചെറിയൊരു ആശ്വാസം നൽകുന്നൊരു കാര്യം ഇപ്പോൾ ട്വീറ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ മാനേജ്മെൻറ്റ് ഭാഗത്ത് നിന്ന്. നെഗിൽ ഒരു ലൂണ പോവില്ല എന്ന രീതിയിൽ തന്നെ ഒരു അപ്ഡേറ്റ് നൽകിയിട്ടുണ്ട്. നമുക്ക് വിശ്വസിക്കാൻ കഴിയുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. എന്നാൽ ദിമിത്രിയോസ് ഡാമൻഡഗോസിന് ഓഫറുമായിട്ട് ഇപ്പോൾ നിലവിൽ മോഹൻ ബഗാൻ രംഗത്തുണ്ടെന്നുള്ള തരത്തിലുള്ള ന്യൂസും കാര്യങ്ങളൊക്കെ ഇപ്പോൾ സില്ലീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം ട്രസ്റ്റബിൾ ആയിട്ടുള്ള ഒരു സോഴ്സ് തന്നെയാണ് സില്ലീസ് കാര്യങ്ങൾ. അപ്പോൾ മാർക്കസ് മർഗലോയും പറഞ്ഞത് ഡിമിയുടെ കാര്യം ഇതിനു മുമ്പ് മാർക്കസ് പറഞ്ഞ പോലെ തന്നെ നിലവിൽ ഇപ്പോഴും സെയിമാണ്. ബ്ലാസ്റ്റേഴ്സിൻ്റെ ഓഫർ നിലവിൽ താരത്തിൻ്റെ ടേബിളിലുണ്ട്, ബട്ട് ഇപ്പോഴും കൺഫേം ആയിട്ടില്ല, എക്സ്റ്റെൻഡ് ചെയ്തിട്ടില്ല. താരത്തിന് മറ്റു ഓഫേഴ്സും കാര്യങ്ങളും നിലവിൽ ഉണ്ട് എന്നുള്ളതാണ് മാർക്കസും പറയുന്നത്. അപ്പോൾ ഇത്രയും മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ദിമിയെ പോലുള്ള പ്ലെയർ കുറച്ച് പണം കൂടുതൽ ചോദിച്ചാലും അത്ഭുതപ്പെടേണ്ടതില്ല, പൈസ കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ മുംബൈ ആയാലും മോഹൻ ബഗാൻ വന്നാലും നമ്മൾ പെടും. 2 ടീമിനും പൈസ യാതൊരു വിഷയമില്ലാത്ത ടീമാണ്. പൈസ ഇറക്കാൻ യാതൊരു മടിയില്ലാത്ത മാനേജ്മെൻറ്റാണ് അവർക്കുള്ളത്. അതുകൊണ്ട് തന്നെ നല്ല വലിയൊരു ഓഫർ കൊടുത്ത് അവർ സ്വന്തമാക്കും എന്നുള്ളൊരു ഭയം എങ്ങനെ ആയാലുണ്ട്. അപ്പോൾ നിലവിൽ ദിമി എന്താണോ ചോദിക്കുന്നത്, എന്താണോ ഡിമാൻഡ് ചെയ്യുന്നത്, അത് കൊടുത്ത് നിലനിർത്തുക എന്നുള്ളതാണ് ഇപ്പോൾ നിലവിൽ ചെയ്യേണ്ടത്. താരം അത്രയും മികച്ച രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട്. പിന്നെ താരം ചോദിക്കുന്നതിൽ യാതൊരു തെറ്റും ഇല്ല എന്ന് തന്നെയാണ് പറയാനുള്ളത്. അപ്പോൾ സില്ലീസിൻ്റെ റിപ്പോർട്ടുകൾ പ്രകാരം ഇപ്പോൾ മോഹൻ ബഗാന് അവരുടെ നിലവിലെ സ്ട്രൈക്കർമാരായ അർമാൻഡോ സാദിക്കു, അതുപോലെ തന്നെ ജേസൺ ഗൊമിൻസിനൊക്കെ ക്ലബ്ബ് വിടാൻ ചാൻസ് ഉണ്ട്, അവർ ഒഴിവാക്കാൻ ചാൻസ് ഉണ്ട്. പകരം അവർ മക്ലെയറിനെ നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ ദിമിത്രിയോസ് ഡാമൻഡഗോസുമായിട്ടും അവർ ചർച്ചകൾ നടത്തുന്നുണ്ടെന്നാണ് ഇപ്പോൾ സില്ലീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ മോഹൻ ബഗാനൊക്കെ വിചാരിച്ച ആ പ്ലെയറിനെ പുഷ്പം പോലെ എത്ര പൈസയാണ് ടീം ചോദിക്കുന്നത് അതും ഒരു കൊടുത്ത് കൊണ്ടുവരാനുള്ള എല്ലാവിധ ചാൻസും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കിട്ടുന്നതിൽ ഇപ്പോൾ എന്താണോ ഡിമാൻഡ് ചെയ്യുന്നത് ഡിമി അത് കൊടുത്ത് സ്വന്തമാക്കാൻ നോക്കുക എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായത്തിൽ പറയാനുള്ളത്. അത് ഞൊക്കത്തിനും വിട്ട് കളയുക എന്നുള്ളത് കണ്ട് തന്നെ അറിയണം. അപ്പോൾ ഈ ഡിമിയെയും ലൂണയൊക്കെ നമുക്ക് നിലനിർത്താൻ സാധിച്ചാൽ എങ്ങനെയാലും വരും സീസണിൽ നമുക്ക് മികച്ചൊരു അറ്റാക്കിംഗ് നിര അവിടെ ഉണ്ടാകും എന്നുള്ളത് യാതൊരു ഉറപ്പാണ്, അത്രയും ഉറപ്പാണ്. നോഹ സദോയ്, ദിമിത്രിയോസ്, ലൂണ. അപ്പോൾ നമുക്കൊരു കിരീടത്തിൽ ഫൈറ്റ് ചെയ്യാനുള്ളൊരു അറ്റാക്കിംഗ് നിര അവിടെ ഉണ്ട്, നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനൊരു നമുക്ക് തന്നെ ഒരു ചാൻസ് ഉണ്ട്. നമുക്ക് ഈ പ്ലേയേഴ്സിനെ നിർത്തിയാൽ തന്നെ നല്ലൊരു ടീമായി, നല്ലൊരു അറ്റാക്കിംഗ് നിരയായി, പിന്നെ നമുക്ക് ഡിഫൻസ് നോക്കിയാൽ മതി. അപ്പോൾ അങ്ങനെ ഒരു സ്ഥിതിക്ക് പിന്നെ എന്തിനാണ് ഇവരൊക്കെ വിട്ടിട്ട് ഇനി വേറെ പ്ലേയേഴ്സ് വന്നാലും അതും സെറ്റാവും എന്നുള്ളതൊരു സംശയം അല്ല, സെറ്റാവും എന്നുള്ളത് കാര്യത്തിൽ സംശയമാണ്. അപ്പോൾ അറിയില്ല മാനേജ്മെൻറ്റ് എന്ത് കാട്ടും എന്നുള്ളത് അത് നോക്കി കാണേണ്ടതാണ്. അപ്പോൾ വീഡിയോ അവസാനിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ടുള്ള നിങ്ങളെ അഭിപ്രായം എന്തായാലും കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയുടെ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.